ഒരു കല്യാണം കഴിക്കണമെങ്കിൽ എന്തൊക്കെ കടമ്പകളല്ലേ കടക്കേണ്ടത്. നമ്മളൊക്കെ ഒരു കല്യാണം വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സദ്യ കഴിക്കുക, ചെറുക്കനെയും പെണ്ണിനെയും കാണുക, വീട്ടിൽ പോരുക. എൻ്റെ കല്യാണം ആയപ്പോഴാണ് അവരെത്രത്തോളമാണ് സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടാ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉർവശിയുടെ കോഴഞ്ചേരിയിലുള്ള ഷോപ്പിലോട്ടാട്ടാ. അപ്പം കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. ഗോൾഡിനൊക്കെ ഇപ്പം എന്താ വില, സാധാരണക്കാർക്ക് എന്തായാലും താങ്ങാൻ പറ്റില്ല. അപ്പം എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഞാൻ ഡെയിലി യൂസിനുള്ള സാധനങ്ങൾ മാത്രം ഗോൾഡ് എടുക്കാം, ബാക്കിയെല്ലാം ആൻറ്റിക് കളക്ഷൻസ് ഇടാമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പം എൻ്റെ കൂടെ അക്ഷയ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ബസ്സിന് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിരിക്കും. വണ്ടി സർവീസ് ചെയ്തിട്ട് അവന്മാർ കൊണ്ടുത്തന്ന് നമുക്ക് തിരുവല്ലല്ല കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് പിന്നെ നമ്മുടെ ബൈക്കിന് തന്നെയാണ് കോഴഞ്ചേരിയിലോട്ട് പോയത്. അങ്ങനെ പോകാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ സ്ഥലത്തെ പറ്റി വലിയ പരിചയമില്ല. അപ്പോൾ റൂട്ട് മാപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോയത്. പിന്നെ എനിക്ക് ചെറിയ രീതിയിൽ വണ്ടി ചുരുക്കം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബസ് ചൂസ് ചെയ്യാണ്ട് നമ്മൾ ബൈക്ക് ചൂസ് ചെയ്തത് അതുകൊണ്ട്. അഥവാ വൊമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയെങ്കിലും നിർത്തിയിട്ടൊക്കെ വൊമിറ്റ് ചെയ്ത് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമല്ലോ. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. ഒന്നും പറയാനില്ല, അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അവിടെ. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ കുറേ റീൽസൊക്കെ കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് തന്നെ. അപ്പം ഞാൻ കുറേ റീൽസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മോഡൽ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എടുത്ത് ഓരോ സാധനങ്ങളും ഇങ്ങനെ വെച്ച് നോക്കുമായിരുന്നു. അപ്പം മണിച്ചിത്രത്താഴിലെ ശോഭനയുടെ അവസ്ഥയായിരുന്നു. എനിക്ക് കണ്ടിട്ടും മതിയാവുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ബ്രൈഡൽസിനെ പറ്റിയിട്ടുള്ള ജിമിക്കിയും അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ജിമിക്കീസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ സേവ് ദ ഡേറ്റിനും കല്യാണത്തിനും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അത്യാവശ്യം അവിടുന്ന് തന്നെയാണ് എടുത്തത്. പിന്നെ നമ്മൾ ബാംഗിൾ സെക്ഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള എല്ലാ മോഡലിലുള്ള ബാംഗിൾസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ആൻറ്റിക്കിൻ്റെയാണ് വേണ്ടത്. അപ്പം നമ്മൾ എല്ലാ പ്രൈസിലുള്ള സാധനങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ സമയം കണ്ടെത്തി തപ്പിയെടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഏത് ലോ ബഡ്ജറ്റ് വേണമെങ്കിൽ അങ്ങനത്തെ ആണെങ്കിലും അവിടെ ഉണ്ട്. പിന്നെ എൻ്റെ കൈ വളരെ ചെറുതായതുകൊണ്ട് എനിക്ക് കുറച്ച് ടാസ്ക് ആയിരുന്നു അത്രയും ചെറിയ വള കണ്ടെത്തുക എന്നുള്ളത്. പിന്നെ അവസാനം ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ളതും വേണമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കുറേ തപ്പിയതിന് ശേഷമാണ് എനിക്ക് 2 വള കിട്ടിയത്. പക്ഷെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. വായി വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു ബിരിയാണി ആയിരുന്നു. പിന്നെ അക്ഷയ് അങ്ങനെ എന്നെക്കൊണ്ട് ആക്കിയിട്ട് അവൻ തിരിച്ചു പോവുകയാണ്, തിരിച്ച് ചേർത്തലയ്ക്ക് പോവുകയാണ്. അപ്പം ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങുവാട്ടോ. അപ്പം ഇത് ഇച്ചിരി സങ്കടമുള്ള കാര്യമാണ്. കാരണം ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് പൊതുവേ സങ്കടം തോന്നാറുണ്ട്, ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പം അവനും അതുപോലെ തന്നെയാണ്. അപ്പം അതെല്ലാം പറഞ്ഞിട്ട് സങ്കടപ്പെടേണ്ട, ഇനി അടുത്ത ദിവസം കാണാം. കല്യാണത്തിൻ്റെ തിരക്കിനി അങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എവിടെയൊക്കെ പോകാൻ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.